ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നുണയനായ വ്യക്തി ആരാണ്? ആ വ്യക്തി വർഗീയതയുടെ കാളകൂട വിഷം കൂടി നിറഞ്ഞവൻ ആയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ വ്യക്തി ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്ന അവസ്ഥ ലവലേശം വിവേകമുള്ളവർക്ക് ചിന്തിക്കാൻ കൂടിയാവുമോ? पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। കണ്ടില്ലേ, മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടുള്ള മോദിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസംഗങ്ങൾ. ഈ വിദ്വേഷ പ്രസംഗങ്ങളെ കുറിച്ച് പ്രമുഖ മോദി ഭക്തയായ റൂപിക ലിഖായത്ത് മോദിയോട് ചോദിക്കുകയാണ്. स्टेज पर आपने मुसलमानों का जब जिक्र किया तो घुसपैठिया, ज्यादा बच्चा पैदा करने वाला, इसकी क्या जरूरत आन पड़ी? അങ്ങയുടെ പ്രസംഗങ്ങളിൽ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് നുഴഞ്ഞു കയറിയവർ, കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവർ എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? ഇതിനുള്ള മോദിയുടെ മറുപടി. मैं हैरान हूं जी, ये किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं? क्यों मुसलमान के साथ अन्याय करते हैं आप? हमारे यहाँ गरीब परिवारों में भी हाल है जी, उनके बच्चों को पढ़ा नहीं पा रहे हैं। किसी भी समाज के हो, गरीबी जहाँ है वहाँ बच्चे भी ज्यादा है। मैंने न हिंदू कहा है न मुसलमान कहा है। मैंने कहा कि भाई आप उतने बच्चे हो जिसका आप लालन पालन कर सको। मैं जिस दिन हिंदू मुसलमान करूंगा ना, उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा और मैं हिंदू मुसलमान नहीं करूंगा। ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞതെന്ന്? നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് അന്യായം കാണിക്കുന്നത്? ഞാൻ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അവർക്ക് കൂടുതൽ കുട്ടികൾ ഉള്ളതിനാൽ വലിയ ദാരിദ്ര്യവും കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു. പാവപ്പെട്ടവർക്കാണ് കുട്ടികൾ കൂടുതലുള്ളത്. ഞാൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പരിപാലിക്കാൻ പറ്റിയ അത്ര കുട്ടികളെ ഉണ്ടാകാവൂ എന്നാണ്. സർക്കാരിന് അത് ബാധ്യതയാകാതെ. എന്ന് ഞാൻ ഹിന്ദു മുസ്ലിം വിഭാഗീയത പറയുന്നുവോ അന്നു മുതൽ ഞാൻ പൊതുജീവിതത്തിൽ തുടരാൻ അർഹനല്ല. അരേ വാ, എത്ര വലിയ കാര്യമാണല്ലേ! നിങ്ങൾ പറഞ്ഞത് പാവങ്ങളെ കുറിച്ചല്ല മോദി. നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞത് നുഴഞ്ഞു കയറിയവർ, കൂടുതൽ കുട്ടികളുള്ളവർ, അതായത് മുസ്ലിങ്ങൾ എന്ന് പച്ചയ്ക്കാണ് പറഞ്ഞത്. ഹിന്ദു മുസ്ലിം പറഞ്ഞാൽ താൻ പൊതുജീവിതത്തിൽ തുടരാൻ അർഹനല്ലെന്ന് മെയ് 14 ആണ് മോദി പറഞ്ഞത്. ഇത് പറഞ്ഞു വായടച്ചിട്ട് 24 മണിക്കൂർ തികഞ്ഞില്ല. അപ്പോഴേക്കും മോദിയുടെ ഈ ഗ്യാരണ്ടിയുടെ കാറ്റുപോയി. എപ്പോഴത്തെയും പോലെ മധ്യപ്രദേശിലെ ഡിൻഡോരിയിൽ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ വീണ്ടും നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ മോദി വീണ്ടും വർഗീയ വിഷം ചീറ്റുന്നത് കേട്ടോളൂ. साथियों, कांग्रेस की सोच है कि देश की सरकारें जितना बजट बनाती है उसका 15% सिर्फ और सिर्फ माइनॉरिटी पर खर्च हो। और आप जानते हैं कांग्रेस के लिए माइनॉरिटी सिर्फ एक ही है, उसका अपना प्रिय वोट बैंक। कांग्रेस उस समय चाहती थी कि देश के सारे बजट का 15% सिर्फ मुसलमानों पर खर्च हो, लेकिन कांग्रेस कह रही है कि SC, ST, OBC और गरीबों का आरक्षण छीनकर मुसलमानों को दे देगी। കോൺഗ്രസിന്റെ പദ്ധതി ബഡ്ജറ്റിന്റെ 15% ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. അതായത് ബഡ്ജറ്റ് പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക. കോൺഗ്രസിന് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമാണ്, അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്ക്. കോൺഗ്രസിന്റെ ആവശ്യം രാജ്യത്തിന്റെ ബഡ്ജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കണമെന്നതായിരുന്നു. ഇതാണ് മോദി പറഞ്ഞത്. ഇതെന്ത് കഷ്ടമാണ് എന്ന് ചോദിക്കാൻ പോലും ആവുന്നില്ല. ഒരു നിമിഷം ഇങ്ങനെ വിഷം ചീറ്റുന്നതിന് മുൻപ്, പച്ചക്കള്ളം പറയുന്നതിന് മുൻപ് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാൽ, ഒന്നുമല്ലെങ്കിലും നിങ്ങൾ പ്രധാനമന്ത്രിയല്ലേ? അതും ഞാൻ ഹിന്ദു മുസ്ലിം കളിച്ചാൽ പൊതുജീവിതം അന്ന് അവസാനിക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുൻപ്. പക്ഷെ ഇത് മോദിയാണ്. മോദിക്ക് എന്തും പറയാം. മോദിയുടെ മന്ദഭക്തന്മാർ നിറഞ്ഞ ഇന്ത്യയിൽ